കണ്ടിരുന്നു. അത് ഇവിടുന്ന് ബോഡി കിടന്ന സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു കടുവ. കിടക്കുന്ന ഒരു ഗർജനം കേട്ടു, നമ്മളത് കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സൗണ്ടും കൂടെ കേട്ടിട്ട് നോക്കും മുമ്പിൽ പോയ ആള് നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മീറ്റർ അകലമുള്ളൂ. അവിടെ കിടക്കുമായിരുന്നു. അത് എണീറ്റിട്ട് മെല്ലെ മേലോട്ട് നടന്നു പോയി. മുമ്പിൽ പോയ ആള് കടുവ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓടിയപ്പോൾ ഞാനവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു അവിടെ ഉണ്ട് സാധനം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചെന്ന് തോന്നുന്നു, ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് നടന്നു പോയത് മെല്ലെ നടന്ന് മാറി. അതിലും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഓടി കിടന്നു. പിന്നെ അത് പോകുന്നത് നോക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളതിനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 മീറ്റർ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ ഓടിപ്പോന്നു. വലിയ വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല. ഞാൻ എന്റെ സ്ഥലം ഇവിടെയല്ല. എന്റെ സ്ഥലം ഇവിടെ നിന്ന് കുറച്ചങ്ങ് പോകണം. വെൺമണി എന്ന് പറയും. ഇതിനുവേണ്ടി മാത്രം ഈ ചേച്ചീന്റെ വീട് നമ്മളെ വീടിന്റെ അടുത്തായിരുന്നു. അങ്ങനെ അപ്പൊ അവരുടെ കുടുംബക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് വന്നതാ കാണാൻ വേണ്ടിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ചേച്ചി പിടിച്ച ശേഷം ഈ ഭാഗത്ത് തന്നെ ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പോയിട്ടില്ല. എന്തായാലും ഈ കാട്ടിൽ തന്നെ ഉണ്ട് സാധനം. അത്ര അടുത്തുണ്ട്. ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. അതിപ്പോ സംഭവം നടന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പം ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. 3 മണിക്ക് ശേഷമായിരുന്നു കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞും ഉണ്ട് ഈ മേഖല തന്നെ? ഇവിടെ തന്നെ ഉണ്ട്. ഇത് കാടാണല്ലോ. ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുമായിരിക്കും.